പിന്നെ വന്നിട്ടുള്ളൊരു സിവിലൈസേഷനാണ് ചൈനീസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ചൈനീസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് യെല്ലോ ആൻഡ് യാങ്സെ റിവേഴ്സ്, ആ രണ്ട് നദികളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിവിലൈസേഷനാണ്. ചൈനീസ് സിവിലൈസേഷൻ മറ്റ് സിവിലൈസേഷനോട് വെച്ച് നോക്കുമ്പോൾ കുറേ കൂടി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഹിമാലയൻ മൗണ്ടൻസ്, ഗോബി ഡെസേർട്ട്, പസഫിക് ഓഷൻ, അങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും അവർ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. ഒരു സ്ഥലമായിരുന്നു അവർക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അതാണ് അവർ പിന്നീട് മറ്റേ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന പണിത് അടച്ചു കളഞ്ഞത്. അവർക്കും അന്ന് ഈ സൺഡയൽ സിസ്റ്റം, അബാക്കസ്, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അവർക്ക് പ്രിൻറ്റിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ മെറ്റീരിയൽസും പ്രിൻറ്റ് ചെയ്ത് ഒരുപാട് കോപ്പീസൊക്കെ അവർ ഇറക്കിയിരുന്നു. ഇനി അവരുടെ മെഡിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ദ യെല്ലോ എംപറർ, അവരുടെ ചരിത്രത്തിലുള്ളൊരു കഥാപാത്രമാണ് യെല്ലോ എംപറർ എന്ന് പറയുന്നത്. യെല്ലോ എംപറേഴ്സ് ഇന്നർ ക്ലാസിക് എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് ഇൻ ചൈന. അത് 2600 BCയിൽ എഴുതിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. പിന്നെ പൾസ് ക്ലാസിക്, പിന്നെ ഗോൾഡൻ മിറർ, ഇതൊക്കെയാണ് അവിടുത്തെ മറ്റ് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ. അതായത് പൾസ് പിടിച്ചിട്ട് കണ്ടുപിടിക്കാവുന്ന അസുഖങ്ങളെക്കുറിച്ച് മാത്രം അവരൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മളുടെ ഈ പഞ്ചമഹാഭൂത തിയറി പോലെ ചൈനീസ് ഇത് പ്രകാരം ഉള്ളത് മനുഷ്യനെ ഉണ്ടാക്കിയിട്ടുള്ളത് 5 എലമെൻറ്റ്സ് വെച്ചിട്ടാണെന്നാണ്. അതിൽ വുഡ്, ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടർ. ഇവിടുത്തെ നമ്മളുടെ 5 സാധനങ്ങൾ ഡിഫറെൻ്റ് ആണ്, അവിടുത്തെ 5 സാധനങ്ങൾ ഡിഫറെൻ്റ് ആണ്. മരമൊക്കെയാണ് ഒരു കമ്പോണൻ്റ് ആയിട്ട് വിചാരിച്ചിരുന്നത്. പിന്നെ ത്രിദോഷ തിയറിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വാദം, പിത്തം, കഫം, അത് 3 ഇംബാലൻസ് വരുമ്പോഴാണ് അസുഖം വന്നിരുന്നതെന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരുന്നത്. ചൈനീസ് മെഡിസിനിൽ 2 സംഭവമേ ഉള്ളൂ, യിൻ, യാങ്. യിന്നും യാങ്ങിൻ്റെയും ബാലൻസിലാണ് നമ്മുടെ കംപ്ലീറ്റ് ആരോഗ്യം ഇരിക്കുന്നത് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ നമ്മളുടെ ബ്ലഡ് വെസലിൽ കൂടെ ബ്ലഡും എയറും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് യിന്നിൻ്റെയും യാങ്ങിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് അതിന് ഡിഫറൻസ് വരും. അപ്പോൾ യിൻ യാങ്ങിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ഒരു 12 ചാനലിൽ കൂടിയാണ്. ബോഡിയുടെ 12 ചാനലിൽ കൂടെ പല സ്ഥലത്തിൽ കൂടെ പോകുന്നു. 3 ബേണിംഗ് സ്പേസുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടാണ് ആൾക്കാർക്ക് അസുഖം വരുന്നത് എന്നുള്ളതായിരുന്നു ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റും ഈ യിൻ യാങ്ങിൻ്റെ ബാലൻസ് തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ ഇത് പ്രകാരം 5 ബോഡി ഓർഗൻസ് ഉണ്ട്: ഹാർട്ട്, ലങ്സ്, ലിവർ, സ്പ്ലീൻ, കിഡ്നീസ്. ഇവർ ബോഡിയിൽ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓർഗൻസ് ആണ്. പിന്നെ സ്റ്റമക്ക്, ഇൻറ്റസ്റ്റൈൻ, ഗോൾ ബ്ലാഡർ, പിന്നെ ബ്ലാഡർ, ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓർഗൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് 365 ബോൺസ് ഉണ്ട്, 365 ജോയിൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു ചൈനീസ് മെഡിസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഉള്ളിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മഹാഭൂത തിയറി പോലെ അവർക്കും ഉണ്ടായിരുന്നു 5 എലമെൻറ്റുകൾ. നമുക്ക് ത്രിദോഷ തിയറി ഉണ്ടായിരുന്ന പോലെ അവർക്ക് യിൻ യാങ് തിയറി ഉണ്ടായിരുന്നു. അവർക്കും ഒരുപാട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്തിരുന്ന ഹെർബ്സ്, ആനിമൽസ്, മിനറൽസ്, ഇതിനെക്കുറിച്ചുള്ള എക്സ്റ്റെൻസീവ് ബുക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ അതിൽ എഴുതിയിട്ടുള്ള പല മരുന്നുകളും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ അന്ന് പോയിരുന്നതാണ്. അതിൽ പിന്നീട് പുതിയ കാലഘട്ടത്തിലേക്ക് വന്ന ഒരു മെഡിസിൻ എന്ന് പറയുന്നത് റിസർപ്പിൻ, റൗവാൾഫിയ എന്ന് പറഞ്ഞ പ്ലാന്റിൽ നിന്ന് വരുന്ന റിസർപ്പിൻ ഹൈപ്പർ ടെൻഷനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കാലം ഉപയോഗിച്ചിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗുണത്തിനേക്കാളും കൂടുതൽ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പതുക്കെ യൂസ് ചെയ്ത് പോയതാണ്. ഹൈഡ്രോതെറാപ്പി എന്ന് പറയുന്ന സംഭവം ചൈനയിലാണ് അതിൻ്റെ ഉത്ഭവം. പിന്നെ സ്മോൾ പോക്സ് വാക്സിനേഷൻ്റെ ഈ 1720s അത് യൂറോപ്പിലെത്തുന്നത്. അത് വളരെ കാലം മുമ്പ് തന്നെ ചൈനയിൽ ഇതിൻ്റെ ഇനോക്കുലേഷൻ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഈ സ്മോൾ പോക്സ് ഇനോക്കുലേഷൻ പോലെ സിമിലർ ആയിട്ടുള്ള സംഭവം ഇന്ത്യയിലും പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന് ചില രേഖകളുണ്ട്. അതുപോലെ മോക്സിബഷ്യൻ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ഇല വെച്ചിട്ട് ബോഡിയിലിട്ട് കത്തിച്ച് ആ ബ്ലിസ്റ്ററിൻ്റെ ഉള്ളിലേക്ക് ഇല തിരുമിച്ചിറക്കുന്ന ഒരു പരിപാടിയൊക്കെ അന്ന് ചൈനയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. അക്യുപഞ്ചർ ചൈനയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നതും ഇപ്പോഴും ആക്റ്റീവായിട്ട് ചിലർ യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അക്യുപഞ്ചറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് യിൻ യാങ്, ഈ 12 ചാനലും 3 ബേണിംഗ് സ്പേസിൽ കൂടിയുള്ള ട്രാവലൊക്കെ റീഡയറക്റ്റ് ചെയ്ത് അതിൻ്റെ ബാലൻസ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അക്യുപഞ്ചറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഒരു പഞ്ചഭൂത തിയറീനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ
ബേസ്മെൻറ്റ് സ്ട്രോങ് ആണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കെട്ടിപ്പടുക്കുന്നതൊക്കെ ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണത് എന്തിനാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ആക്യുപഞ്ചറിന് ചില പെയിൻ റിലീഫ് പ്രോപ്പർട്ടീസൊക്കെ കാണുന്നത് ചില നെർവ് സ്റ്റിമുലേഷൻ കാരണമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ചില മരുന്നുകൾ കൊടുത്തിട്ടൊന്നും റിലീവ് ചെയ്യാൻ പറ്റാത്ത പെയിനിന് അക്യുപഞ്ചർ എഫക്റ്റീവ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രൈമറിലി എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അതല്ല അതിൽ നടക്കുന്നത്. ബട്ട് ദർ ആർ സം പ്രിൻസിപ്പിൾ വിച്ച് ആർ വർക്കിംഗ് ഇൻ അക്യുപഞ്ചർ. അത് കഴിഞ്ഞ് വന്ന സിവിലൈസേഷനാണ് ഗ്രീക്ക് സിവിലൈസേഷൻ. ഗ്രീക്ക് സിവിലൈസേഷനാണ് യൂറോപ്യൻ സിവിലൈസേഷൻ്റെയൊക്കെ ഫസ്റ്റ് ബേർത്ത് എന്നൊക്കെ പറയുന്നത് ഗ്രീക്ക് സിവിലൈസേഷനിൽ നിന്നാണ്. എത്തൻസ്, സ്പാർട്ട ഒക്കെ 2 മേജർ സിറ്റീസ് അവിടെ ഉണ്ടായിരുന്ന. എത്തൻസിലാണ് നമ്മൾ എന്താ പറയുക ഡെമോക്രസിയുടെ ജന്മസ്ഥലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒളിമ്പിക്സ് ആദ്യം തുടങ്ങുന്നത് അവിടെയാണ്. 776 BCE ഒളിമ്പിയയിൽ വെച്ചിട്ടാണ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുത്തെ ഫേമസ് ഫിലോസഫേഴ്സ് ആയിരുന്നു സോക്രട്ടീസും പ്ലാറ്റോവും അരിസ്റ്റോട്ടലും ഒക്കെ. ലിറ്ററേച്ചർ അന്നത്തെ ഇലിയഡ്, ഒഡീസി, ഹോമർ എഴുതിയ ലിറ്ററേച്ചർ. പിന്നെ അവരുടെ എന്താ പറയുക ആർക്കിടെക്ചറിലാണ് പാർത്തനൻ, മറ്റേ എത്തൻസിലെ ടെമ്പിൾ ഒക്കെ ഇപ്പോഴും അതിൻ്റെ റിമൈൻസ് ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ ഗ്രീക്ക് സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടും മെഡിസിൻ ഉണ്ടായിരുന്നു, ഗ്രീക്ക് മെഡിസിൻ. ഗ്രീക്ക് മെഡിസിൻ എന്ന് പറയുന്നത് അന്ന് കാലത്ത് അല്ലെങ്കിൽ അതിനേക്കാളും മുമ്പായിട്ട് ബാക്കിയുള്ള സ്ഥലത്തുണ്ടായിരുന്ന എല്ലാ മെഡിസിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് അവർ ഫോം ചെയ്തൊരു സിസ്റ്റമായിരുന്നു ഗ്രീക്ക് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ മെസ്സപ്പൊട്ടാമിയൻ മെഡിസിൻ, ഈജിപ്ഷ്യൻ മെഡിസിൻ, ഇന്ത്യൻ മെഡിസിൻ, ചൈനീസ് മെഡിസിൻ, ഇതിലത്തെ ഒക്കെ കോൺസെപ്റ്റുകൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഗ്രീക്ക് മെഡിസിൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈജിപ്ഷ്യൻ ഗോഡ് ഇംഹോടെപ്പിൻ്റെ ഒരു വേർഷൻ ഗ്രീസിലുണ്ടായിരുന്നു, എസ്ക്ലേപ്പിയസ് എന്ന് പറയുന്നത്. എസ്ക്ലേപ്പിയസ് എന്ന് പറയുന്നത് ശരിക്കും അങ്ങോട്ട് അങ്ങനെ ഒരു ഗ്രീക്ക് ഫിസിഷ്യൻ ഉണ്ടായിരുന്നു. പുള്ളി ഒരുപാട് ചികിത്സകൾ നടത്തി അവരതിൽ നിന്ന് റിക്കവർ ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരു മിറക്കിളസ് ഹീലിംഗ് ആയിട്ടാണ് ആൾക്കാർ വെച്ചിരുന്നത്. അപ്പോൾ പിന്നീട് ഈ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പുള്ളിനെ ദൈവമാക്കി. മറ്റേ അപ്പോളോ ദേവൻ്റെ മകനാണ് എസ്ക്ലേപ്പിയസ് എന്നാണ് പറയുന്നത്. പുള്ളിയുടെ ഈ മനുഷ്യനെ ശിക്ഷിക്കുന്ന പരിപാടികൾ പുള്ളിയായിട്ട് കുറച്ച് കൊടുക്കുന്ന കാരണം സിയൂസ് ദേവനെ ഇഷ്ടപ്പെടാണ്ട് ഇടിവാള് മിന്നിച്ച് പുള്ളിനെ കൊന്നുകളഞ്ഞു എന്നൊക്കെയാണ് കഥകൾ. അപ്പോൾ എസ്ക്ലേപ്പിയസ് എന്ന് പറഞ്ഞിട്ടൊരു വൈദ്യനുണ്ടായിരുന്നു എന്ന് പറയുന്നു. പുള്ളിയുടെ 2 മക്കളുണ്ടായിരുന്നു, മക്കവൻ എന്ന് പറയുന്ന സർജനും പൊഡാലറിയസ് എന്ന് പറയുന്ന ഫിസിഷ്യനും. ഇങ്ങനെ ഇവർ 2 പേരെ പറ്റിയിട്ടും ഹോമറിൻ്റെ ഇല്ലിയഡിൽ കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എസ്ക്ലേപ്പിയസിൻ്റെ മരണശേഷവും പുള്ളിയുടെ പേരിൽ അമ്പലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്പലങ്ങളിൽ രോഗികളെ കൊണ്ടുവരും, അവിടുന്ന് അവർ സ്റ്റേ ചെയ്ത് ചികിത്സിക്കും. പിറ്റേന്ന് രാവിലെ അവർ അസുഖം മാറി പോകും. അവിടുത്തെ ചികിത്സയ്ക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് അവിടെ വരുമ്പോൾ ഓപ്പിയം കൊടുത്തിട്ട് അവരെ ഉറക്കും. എന്നിട്ട് അവരെ ഉറക്കത്തിൽ എസ്ക്ലേപ്പിയസ് വന്നിട്ട് അവരെ ചികിത്സിച്ച് ഭേദമാക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ഓപ്പിയം കൊടുക്കുമ്പോൾ ആൾക്കാരൊരു ഇനബ്രേറ്റഡ് സ്റ്റേജിൽ വരുമ്പോൾ അവിടെ ആൾക്കാർ വന്ന് അവരെ പ്രാർത്ഥിക്കുകയോ എന്ത് ചെയ്യുകയാണെങ്കിലും പിറ്റേ ദിവസം രാവിലെ അവർക്ക് കുറേ പേരൊക്കെ സുഖമായിട്ട് തിരിച്ചു പോയിരുന്നു. അതാണ് ഫസ്റ്റ് ഒരു ഹെൽത്ത് റിസോർട്ട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റൊക്കെ തുടങ്ങുന്നത് ഈ ഗ്രീസിലത്തെ ഈ ടെമ്പിൾ ഓഫ് എസ്ക്ലേപ്പിയസ് വെച്ചിട്ടാണ്. അവിടുത്തെ ദേവത, ഹെൽത്തിൻ്റെ ദേവത ഹൈജിയ എന്ന് പറയുന്നൊരു കഥാപാത്രമായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ എസ്ക്ലേപ്പിയസിൻ്റെ വടിയാണ് നമ്മൾ ഈ മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ എസ്ക്ലേപ്പിയസിൻ്റെ വടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വടി അതിൻ്റെ മുകളിൽ ഒരു പാമ്പ് ചുറ്റിക്കിടക്കുന്നതായിട്ടാണ്. അപ്പോൾ പാമ്പിനെ റീബേർത്ത്, റിജുവനേഷൻ്റെ ഒക്കെ ഒരു സിമ്പിളായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. കാരണം പാമ്പ് പുടം പൊഴിച്ച് കഴിയുമ്പോൾ പുതിയ ഒരു ജന്മം എടുക്കുന്നു. അപ്പോൾ ഒരു അസുഖം വന്ന് മാറിക്കഴിയുമ്പോൾ ഒരു പുതുജന്മമായിട്ട് കാണുന്നതിൻ്റെ ഭാഗമായിട്ട് എസ്ക്ലേപ്പിയസിൻ്റെ സ്വാഡ് അതിൻ്റെ മുകളിൽ ചുറ്റിയിട്ടുള്ള ഒരു പാമ്പ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ചിലർ പറയുന്നത് പാമ്പല്ല, ഗിനി വേം എന്ന് പറയുന്നൊരു വേം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഇവിടെ നിന്നൊക്കെ പുറത്തേക്ക് ചാടുമ്പോൾ ഒരു ചെറിയ കൊള്ളി വെച്ചിട്ട് അതിനെ കറക്കി പുറത്തെടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ എസ്ക്ലേപ്പിയസിൻ്റെ വടിയിൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. ബട്ട് ബേസിക്കലി ഈ എസ്ക്ലേപ്പിയസിൻ്റെ വടിയും ഒരു ഒറ്റ പാമ്പുമാണ് ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ്റെ സിമ്പിൾ. പക്ഷെ നമ്മളിപ്പോൾ മിക്കവാറും സ്ഥലത്ത് കാണുന്നത് ഒരു വടി, അതിന് 2 ചിറക്, അതിൽ 2 പാമ്പ് ചുറ്റിക്കിടക്കുന്നതായിട്ടാണ്. അത് ഒരു എനിക്ക് തോന്നുന്നു 10-100 കൊല്ലം മുമ്പ് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റിയാണ്. ആ വടി ശരിക്കും കഡേഷ്യസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ വടിയാണ്. നമ്മുടെ ഇവിടുത്തെ
നാരദൻ എന്നൊക്കെ പറയാവുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു ഗ്രീക്ക് മിത്തോളജിയിൽ. ആളുടെ പേര് ഹെർമസ്. ഹെർമസ് ഈ എന്താ പറയുക നെഗോഷിയേഷൻ, ട്രേഡ് അതിനൊക്കെ വേണ്ടി നടക്കുന്ന ആളാണ്. ഹെർമസിൻ്റെ വടിയുടെ പേരാണ് ആക്ച്വലി കഡ്യൂഷ്യസ് എന്ന് പറയുന്നത്. ആ കഡ്യൂഷ്യസ് എന്ന് പറഞ്ഞ വടിയാണ് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ സിമ്പിളായിട്ട് കുറേ കാലമായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. വടി, ചിറക്, 2 പാമ്പ്. അത് ശരിക്കും ഈ ഹെർമസ് എന്ന് പറയുന്ന ആളുടെ കഡ്യൂഷ്യസ് എന്ന് പറയുന്ന വടിയും, ഒറ്റ വടിയിൽ ഒറ്റ പാമ്പ് നിൽക്കുന്ന ഒരു സിമ്പിൾ, വിങ് ഇല്ലാത്തത്, അതാണ് ശരിക്കും എസ്ക്ലേപ്പിയസിൻ്റെ വടി എന്ന് പറയുന്നത്. അതാണ് ശരിക്കും മെഡിസിൻ്റെ സിമ്പിൾ. പക്ഷേ വർഷങ്ങളായിട്ട് തെറ്റിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗ്രീക്ക് മെഡിസിനിൽ വരുന്ന വേറൊരു മേജർ കഥാപാത്രം എന്ന് പറയുന്നത് പൈതഗോറസ് ആണ്. പൈതഗോറസ് തിയറം നമ്മൾ മെഡിസിനിൽ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. പൈതഗോറസ് തിയറം അല്ലെങ്കിൽ പൈതഗോറസ് തിയറം കൂടാതെ പൈതഗോറസ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഫിസിക്സ് ഓഫ് സൗണ്ടിൻ്റെ കുറേ ഫിസിക്സ് കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആളുടെ തോട്ട്സും ആളുടെ ഐഡിയാസും മെഡിക്കൽ ലോകത്തെ കുറേ കാലത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ബേസിക്കലി ഗ്രീക്ക് മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 4 മെഡിസിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന മെഡിസിൻസിൻ്റെ എക്സ്റ്റൻഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്കിവിടെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന പോലെ അവിടെ 4 എണ്ണത്തിനെ ബേസ് ചെയ്തിട്ടാണ് ആരോഗ്യം നിൽക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ബ്ലഡ്, ഫ്ലെം, യെല്ലോ ബൈൽ, ബ്ലാക്ക് ബൈൽ, രക്തം, കഫം, പിത്തം, അതിൽ തന്നെ പിത്തത്തിൽ തന്നെ മഞ്ഞപ്പിത്തവും കറുത്ത പിത്തവും. ഇതിൻ്റെ 4 എണ്ണത്തിൻ്റെ ബാലൻസ് ആണ് ആരോഗ്യം എന്നുള്ള രീതിയിലായിരുന്നു ഗ്രീക്ക് മെഡിസിൻ ബേസ് ചെയ്തിരുന്നത്. അതിൽ ഒരു ഹ്യൂമേഴ്സ് എന്നാണ് പറയുക, 4 ഹ്യൂമേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആരോഗ്യം തന്നിരുന്നത്. ഗ്രീക്ക് മെഡിസിനിലത്തെ ഏറ്റവും ഫേമസ് ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. ഹിപ്പോക്രാറ്റസിനെയാണ് ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, ഒരു അസുഖം എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ കോസ് കാരണം വരുന്നതല്ല, അതിന് ഒരു നാച്ചുറൽ കോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ ആയിരിക്കണം എന്ന് ഫസ്റ്റ് ടൈം ഉറപ്പിച്ച് പറഞ്ഞ ഒരാളെന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. ആൾ ക്ലിനിക്കൽ സയൻസ് വെച്ചിട്ട് ഓരോ അസുഖങ്ങൾ ക്ലാസിഫൈ ചെയ്യുകയും അതിനൊരു കൺക്ലൂഷൻ കൊണ്ടുവരികയും അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഡിവൈസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ആളുടെ കുറേ കോൺസെപ്റ്റ്സ് ഭയങ്കര ഫേമസ് ആണ്, ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ളതാണ്. ലിറ്റിൽ എക്സസൈസ് ആൻഡ് വാക്ക്, ഡു നോട്ട് ഈറ്റ് ടു സാച്ചുറേഷൻ എന്നൊക്കെ പറയുന്നത് അന്നേ ഹിപ്പോക്രാറ്റസ് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിൽ അലക്സാൻഡ്രിയ യൂണിവേഴ്സിറ്റി ഫോം ചെയ്തപ്പോൾ, മ്യൂസിയം ഓഫ് അലക്സാൻഡ്രിയ എന്ന് പറയുന്നത് അലക്സാണ്ടർ പോയിട്ടുള്ള, ഗ്രീസിൽ നിന്ന് ലോകം കീഴടക്കാൻ വേണ്ടി പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ആൾ തുടങ്ങിയിട്ടുള്ള സിറ്റീസിൻ്റെ പേര് അലക്സാൻഡ്രിയ എന്നാണ്. അതിൽ ഈജിപ്തിൽ ആണ് ഈ മ്യൂസിയം ഓഫ് അലക്സാൻഡ്രിയ ഉണ്ടാക്കുന്നത്. അതിൽ അലക്സാണ്ടറിൻ്റെ പടയാളിയായിരുന്ന ടോളമി ആണ് അത് കുറേ കാലം ഉണ്ടാക്കിയതും അത് കൊണ്ടു നടക്കുകയൊക്കെ ചെയ്തത്. ടോളമി 1 എന്ന് പറയുന്ന ആളാണ്. ടോളമിയുടെ പിൻതലമുറക്കാരാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോന്നിരുന്നത്. അപ്പോൾ അവർ ഇങ്ങനൊരു ലൈബ്രറി ഉണ്ടാക്കണം, അത് ഏകദേശം ഹിപ്പോക്രാറ്റസിൻ്റെ കാലം കഴിഞ്ഞ് 100 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റും ഹിപ്പോക്രാറ്റസിൻ്റെ പേരിലാണ് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഹിപ്പോക്രാറ്റസ് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഹിപ്പോക്രാറ്റസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അത് വെച്ചിരുന്നത്. അതിന് കുറേ ആധികാരികത വരികയും ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഹിപ്പോക്രാറ്റസ് കോർപ്പസ്, ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്നൊക്കെ പറയുന്നത് ഹിപ്പോക്രാറ്റസിൻ്റെ പേരിൽ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഹിപ്പോക്രാറ്റസ് തന്നെയാണോ ശരിക്കും അത് പറഞ്ഞത്, അതോ ആരെങ്കിലും പറഞ്ഞത് ഹിപ്പോക്രാറ്റസിൻ്റെ പേരിലായതാണോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ കോൺട്രവേഴ്സീസ് ഉണ്ട്. ബട്ട് ബേസിക്കലി അലക്സാൻഡ്രിയ ലൈബ്രറിയിൽ ഇത് ഹിപ്പോക്രാറ്റസിൻ്റെ പേരിലാണ് കളക്ട് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ആ കാലത്തുണ്ടായിരുന്ന മേജർ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സോക്രട്ടീസ് ഭയങ്കര വലിയ ഫിലോസഫറായിരുന്നു. സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു പ്ലാറ്റോൻ്റെ എഴുത്തുകളിൽ നിന്നാണ് സോക്രട്ടീസിനെ കുറിച്ച് നമുക്ക് മെയിനായിട്ട് അറിയുന്നത്. ഈ പ്ലാറ്റോൻ്റെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. പിന്നീടുള്ള കാലഘട്ടത്തിൽ മെഡിസിനെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലിൻ്റെ തോട്ട് പ്രോസസ്സും അദ്ദേഹത്തിൻ്റെ ബാക്കി കോൺട്രിബ്യൂഷനും ഒക്കെ വർഷങ്ങളോളം 2000 കൊല്ലത്തോളം മെഡിസിൻ്റെ എന്ത് കണ്ടുപിടുത്തം ആര് പറഞ്ഞാലും അരിസ്റ്റോട്ടലിൻ്റെ ഐഡിയയുമായിട്ട് ചേർന്ന് പോകുന്നതാണോ എന്ന് ചിന്തിക്കുന്നൊരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ ഈ നമ്മൾക്ക് അറിയാവുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ്, പിന്നെ നേരത്തെ പറഞ്ഞ ടോളമിയുടെയൊക്കെ ഗുരുവായിരുന്നു
അരിസ്റ്റോട്ടിൽ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഓഫ് അനാറ്റമി എംബ്രിയോളജി ഒക്കെ ഇടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിലാണ്. ലോജിക് എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സ് കൊണ്ടുവരുന്നത് അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ എന്തൊരു സംഭവം വരുമ്പോഴും അതിനൊരു കോമൺ സെൻസ്, ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ കണ്ടുപിടിക്കാവുന്ന ഒരു കാരണം കാണണം എന്നൊക്കെ പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടലിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഹു ഹാവ് വാക്ക്ഡ് ഓൺ എർത്ത് എന്നാണ് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ അലക്സാൻഡ്രിയ, ഇപ്പോൾ ഗ്രീക്ക് മെഡിസിൻ്റെ ഒരു ഈറ്റിലം എന്നൊക്കെ പറയാവുന്നത് അലക്സാൻഡ്രിയ യൂണിവേഴ്സിറ്റിയാണ്. 331 BC ഈജിപ്ത് കോൺക്വർ ചെയ്ത് നമ്മളുടെ അലക്സാണ്ടർ സിറ്റി ഓഫ് അലക്സാൻഡ്രിയ ഉണ്ടാക്കുന്നത്. സിറ്റി ഓഫ് അലക്സാൻഡ്രിയ ഉണ്ടാക്കി അവിടെ ഒരു ലൈബ്രറി, ഒരു മ്യൂസിയം ഒക്കെ ടോളമിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൽ അലക്സാണ്ടർ മരിച്ചു കഴിഞ്ഞപ്പോൾ ടോളമിയുടെ പിന്തലമുറക്കാരാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അന്ന് ഈ അലക്സാൻഡ്രിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു പോവുകയും അവിടെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന ആൾക്കാർ, ഒന്ന് യൂക്ലിഡ്, ജോമെട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂക്ലിഡാണ്. പിന്നെ ഫസ്റ്റ് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ച ഹെറോൺ എന്ന് പറയുന്ന ആൾ, ആർക്കിമിഡിസ്, മാത്തമാറ്റീഷ്യൻ ആർക്കിമിഡിസ്. പിന്നെ എറിസ്തോത്തനസ് എന്ന് പറയുന്നതാണ്, പുള്ളിക്കാരനാണ് ഏർത്തിൻ്റെ പെരിമീറ്റർ ഏറ്റവും ക്ലോസ് ആയിട്ട്, അന്ന് ഒരു മെത്തേഡും ഇല്ല, പുള്ളിയുടെ മെത്തേഡ് വെച്ചിട്ട് പുള്ളി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ശരിക്കും മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ 100 കിലോമീറ്റർ ഡിഫറൻസിൽ വരെ പുള്ളിക്കാരൻ അത് കാൽക്കുലേറ്റ് ചെയ്തു എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന എറിസ്തോത്തനസ് ആണ്. പിന്നെ ടോളമി, മറ്റേ ടോളമി അല്ല, ജോഗ്രഫിയുടെ ഫാദർ എന്ന് പറയുന്ന ടോളമി, ഫസ്റ്റ് മാപ്പ് വരച്ചു എന്ന് പറയുന്നത് ഈ ടോളമിയാണ്. ഇവരൊക്കെ ഈ അലക്സാൻഡ്രിയ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അന്ന് അലക്സാൻഡ്രിയ യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ വിഭാഗത്തിലുണ്ടായിരുന്ന 2 മേജർ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്ന അതിലൊരാൾ ഹെറോഫിലസ് എന്ന് പറയുന്ന ആളാണ്. ഹെറോഫിലസ് അരിസ്റ്റോട്ടലിൻ്റെ ഗ്രാൻഡ് സൺ ആയിരുന്നു. ആണ് അനാറ്റമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നതും അതിനെക്കുറിച്ച് മേജറായിട്ട് പഠിക്കുന്നതും ഹെറോഫിലസ് ആണ്. ഹെറോഫിലസ് അന്ന് അതുവരെ ഹ്യൂമൻ ഡിസെക്ഷനൊക്കെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അത് ഒരു ഡിസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ബോഡിയിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആത്മാവിന് ശാന്തി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് അതിന് ചെറിയൊരു അയവ് വന്നത് ഈ ഹെറോഫിലസിൻ്റെ കാലത്താണ്. അപ്പോൾ പുള്ളിക്കാരൻ അതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് പഠിക്കുകയും ബ്രെയിനാണ് മനുഷ്യൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അവിടെ നിന്നാണ് ഞരമ്പുകൾ വരുന്നത്, നെർവസ് സിസ്റ്റം, അതുപോലെ ബ്രെയിനിൽ നിന്ന് വരുന്ന ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ പുള്ളിക്കാരൻ ഒരു 7 എണ്ണം വരെയൊക്കെ അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ബ്രെയിൻ സ്റ്റെമ്മാണ് നമ്മുടെ ബോഡിയിലത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യുന്നതെന്നൊക്കെ അന്ന് ഈ ഹെറോഫിലസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. മെയിൽ ഫീമെയിൽ ജെനിറ്റാലിയ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പുള്ളി വളരെ ഡീറ്റെയിൽഡായിട്ട് അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ രക്തക്കൊഴലുകളിൽ 2 ടൈപ്പ് ഉണ്ട്, വെയിൻ ഉണ്ട്, ആർട്ടറി ഉണ്ട്. ഒരെണ്ണത്തിൽ പൾസ് പോലെ വരും, മറ്റേതിൽ അത് വരില്ല എന്നൊക്കെ അന്നേ പുള്ളിക്കാരൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതേ സ്ഥലത്ത് അതേ സമയത്തുണ്ടായിരുന്ന വേറൊരു ടീച്ചറായിരുന്നു എറാസിസ്ട്രേറ്റസ് എന്ന് പറയുന്നത്. ആളെയാണ് ഫിസിയോളജിയുടെ ഫാദറായിട്ട് പലരും കൺസിഡർ ചെയ്യുന്നത്. ഈ നേരത്തെ പറഞ്ഞ ഹെറോഫിലസിൻ്റെ കൂടെ പുള്ളിക്കാരൻ വെയിനുകൾ ബോഡിയുടെ എവിടേക്കൊക്കെ എത്തുന്നു എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹ്യൂമൻ ബ്രെയിനും മറ്റ് ബ്രെയിൻസും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ ബ്രെയിൻസിന് ചുളിവുകൾ കൂടുതലുണ്ട്, അതുകൊണ്ടായിരിക്കാം മനുഷ്യന് ബുദ്ധി കൂടുതൽ എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഈ എറാസിസ്ട്രേറ്റസ് എന്ന് പറയുന്ന കഥാപാത്രമാണ്. അതുപോലെ ലങ്സിലേക്ക് എയർ കയറുന്നു, ഹാർട്ട് ബ്ലഡ് ബോഡിയിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെ ആദ്യമായിട്ട് പറഞ്ഞത് ഈ പുള്ളിക്കാരനാണ്. ഇതും കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വില്യം ഹാർവി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്ത് എല്ലായിടത്തേക്ക് എത്തിക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ കൊണ്ടുവരുന്നത്. ഈ ഗ്രീക്ക് മെഡിസിനോട് ചേർന്നിട്ട് തന്നെ സിമിലർ ആയിട്ട് അതിന് കഴിഞ്ഞ ഉടനെ വളർന്നു വന്നൊരു സംഭവമാണ് റോമൻ മെഡിസിൻ എന്ന് പറയുന്നത്. റോമൻ മെഡിസിനിൽ എസ്ക്ലേപ്പിഡിയസ് ഓഫ് ബിത്തീനിയ എന്ന് പറയുന്നൊരു ഫിസിഷ്യൻ ഉണ്ടായിരുന്നു. ആളും കുറേ കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. അന്ന് അതുവരെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും കുറച്ച് മാറ്റി ചിന്തിക്കാൻ പുള്ളിയൊരു കാരണമാണ്. അതുപോലെ ഔലസ് കൊർണേലിയസ് സെൽഷ്യസ് എന്ന് പറയുന്നൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ മെഡിക്കൽ ഹേർബ്സിനെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ പുള്ളിക്കാരൻ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ ഒരുപാട് കാലത്തേക്ക് അതായിരുന്നു മെഡിക്കൽ പ്ലാന്റ്സിനെ കുറിച്ച് എന്ത് ഡൗട്ട് വന്നാലും നോക്കിയിരുന്നത്.
പിന്നീട് വരുന്ന ഒരു മേജർ ഫിസിഷ്യൻ, അരിസ്റ്റോട്ടലിനെ പോലെ തന്നെ പിന്നീടുള്ള കുറേ കാലത്തേക്ക് മെഡിസിൻ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഗാലനാണ്. ഗാലൻ്റെ കോൺസെപ്റ്റ്സിന് ചേർന്ന് പോകുന്ന സാധനങ്ങൾ മാത്രമാണ് ഒരു കാലഘട്ടം വരെ മെഡിസിനിൽ ആക്സെപ്റ്റഡ് ആയിരുന്നുള്ളൂ. അരിസ്റ്റോട്ടിൽ, ഗാലൻ, ഇവർ രണ്ടുപേരുമാണ് മെഡിസിനിൽ മേജറായിട്ടുള്ള കോൺസെപ്റ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനേക്കാൾ തൊട്ട് മുമ്പ് ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ്. അപ്പോൾ ഈ ഇവർ 3 പേരും ഈ ഗ്രീക്ക് മെഡിസിനിൽ നിന്ന് റോമൻ മെഡിസിനിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഇവർ 3 പേരുമാണ് പിന്നീടുള്ള മെഡിസിൻ്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണമായതെന്നൊരു പരിധി വരെ പറയാം. അപ്പോൾ ഗാലൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഹ്യൂമർ കൺസെപ്റ്റ് തന്നെയായിരുന്നു. ഈ 4 ബാലൻസ് തന്നെയാണ് ബോഡിയിലെ ആരോഗ്യം തീരുമാനിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഗാലൻ. ഗാലൻ്റെ വിശ്വാസപ്രകാരം ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ ബോഡി പെർഫെക്റ്റ് ആണ്, അതിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ വഴിയില്ല. എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ ചെറിയ ഇംബാലൻസുകളാണ് എന്ന് പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഗാലൻ. അതുകൊണ്ട് തന്നെ പിന്നീട് ചേർച്ച് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയി കഴിഞ്ഞപ്പോൾ ഗാലൻ ഭയങ്കര പോപ്പുലറായി. അപ്പോൾ വേറെ ആര് എന്ത് കണ്ടുപിടിച്ചാലും ചേർച്ച് നോക്കുക, ഗാലൻ പറഞ്ഞ സംഭവങ്ങളായിട്ട് മാച്ച് ആവുന്നതാണ്. അങ്ങനെയാണ് ഗാലൻ ഇത്രയും പോപ്പുലാരിറ്റി വരുന്നതിൻ്റെ ഒരു കാരണം. ബ്രെയിനാണ് മനുഷ്യ ശരീരത്തിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് എന്ന് തറപ്പിച്ച് പറഞ്ഞത് ഗാലനാണ്. ഹാർട്ടാണെന്നാണ് അതുവരെ പലരും വിചാരിച്ചിരുന്നത്. ആൾക്ക് പിന്നെ ഒരു പ്രശ്നം, ആളുടെ കോൺസെപ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ലിവറിൽ നിന്ന് ബ്ലഡ് ഉണ്ടായിട്ട് അതൊരു സ്ഥലത്ത് ഈ പെട്രോളൊക്കെ കത്തിത്തീരുന്ന പോലെ കത്തിത്തീരുന്ന ഒരു സാധനമാണ് ബ്ലഡ് എന്നാണ് പുള്ളി വിചാരിച്ചിരുന്നത്. പിന്നെ ആർട്ടറീസിൽ ഉള്ളത് ബ്ലഡ് മാത്രമാണ്, അതിൽ എയർ അല്ല എന്ന് ആ ഒരു ഇത് തറപ്പിച്ച് പറഞ്ഞത് ഗാലനാണ്. ഈ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് വെസൽസിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ പൾസ് ചെയ്ത് എബ് ആൻഡ് ഫ്ലോ ഫാഷനിൽ പോകുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ കറങ്ങി നടക്കുകയാണ് എന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇത് അവിടെ നിന്ന് ഇങ്ങനെ പൾസ് ചെയ്ത് പോകുന്നു, എന്നിട്ട് എവിടെ നിന്നോ അത് യൂസ് ചെയ്ത് തീരുന്നു എന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചിരുന്നത്. പിന്നെ സൊറാനസ് ഓഫ് എഫേസസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫേമസ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു. ബട്ട് ബേസിക്കലി ഇത്രയും പേരാണ് അന്ന് കാലത്ത് മെഡിസിൻ്റെ തറക്കല്ലിട്ടത്. ഈ കോൺസെപ്റ്റ്സ് അന്ന് വരെ, ആ കാലഘട്ടം വരെ, ഈ 3500 BCE തുടങ്ങി മനുഷ്യൻ പുരോഗമിച്ച് എത്തിയ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരുന്നത് ഈ അലക്സാൻഡ്രിയ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ്. 3rd century CE വരെ, അതായത് 300 CE വരെ അത് അവിടെ അലക്സാൻഡ്രിയ മ്യൂസിയത്തിൽ പലതായിട്ട് ഉണ്ടായിരുന്നു. അതിൽ എത്ര പുസ്തകം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വളരെ 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 വേഗമായിട്ടുള്ള നമ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ഈ 300 CE ഒക്കെ ആയപ്പോഴേക്കും റിലീജിയൻ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയി തുടങ്ങി. അപ്പോൾ സയൻറ്റിഫിക് തിങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കുറഞ്ഞ് റിലീജിയസ് ഡോഗ്മ ഭയങ്കരമായിട്ട് പൊന്തി വന്നു തുടങ്ങിയ ഒരു സമയമായിരുന്നു അത്. അപ്പോൾ അന്ന് ഈ റോമൻ എംപയേഴ്സ് ഭരിക്കുന്നു. 391 CE റോമൻ എംപയേഴ്സിൻ്റെ ദൈവവിശ്വാസം ഡിഫറെൻ്റ് ആണ്. അവർ പഗാൻ റൂളേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ കോമൺ പീപ്പിൾ ക്രിസ്ത്യൻ ബിലീവേഴ്സും റൂളേഴ്സ് പഗാൻ റൂളേഴ്സ് ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരികയും റിവോൾട്ട് പോലെ വരികയും പഗാൻ സിമ്പിൾസ് കംപ്ലീറ്റ് നാട്ടുകാർ കത്തിക്കുകയും ചെയ്തു. അതിനെയാണ് ഗ്രേറ്റ് ഫയർ ഓഫ് അലക്സാൻഡ്രിയ എന്ന് പറയുന്നത്, 391 CE നടക്കുന്നത്. ആ തീപിടുത്തത്തിൽ അതുവരെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന, ലൈബ്രറിയിലും മ്യൂസിയത്തിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും കത്തിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ഗ്രേറ്റ് ഫയർ ഓഫ് അലക്സാൻഡ്രിയ 391 CE നടന്ന ഈ ഒരു തീപിടുത്തത്തിൽ അതുവരെ മനുഷ്യൻ സ്വരുക്കൂട്ടി വെച്ച എല്ലാ വിജ്ഞാനമെന്നോ എന്തായാലും പറയാം, എല്ലാ ഇൻഫർമേഷനും ഒറ്റയടിക്ക് നശിച്ചു പോയി ആ ഒറ്റ ഇവൻറ്റിൽ. പിന്നെ വീണ്ടും പണ്ട് കേട്ട് പരിചയമുള്ളത് കത്താണ്ട് കിട്ടിയ ചില സാധനങ്ങളിൽ നിന്ന് രണ്ടാമത് റീബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ അച്ചീവ്മെൻറ്റ്സ് ഓൾമോസ്റ്റ് 0 ആയിട്ട് അതിൽ നിന്ന് വീണ്ടും വന്നതാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന സിസ്റ്റത്തിലേക്ക്. 415 CE, അതായത് ഗ്രേറ്റ് ഫയർ ഓഫ് അലക്സാൻഡ്രിയ കഴിഞ്ഞിട്ട് ഒരു 25 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ
ഹൈപ്പാത്തിയ എന്ന് പറയുന്ന ഒരു ഫീമെയിൽ മാത്തമാറ്റീഷ്യൻ ഉണ്ടായിരുന്നു. ആളവിടെ ഒരു ലെക്ചർ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഈ റിവോൾട്ടേഴ്സ്, വേറെയും അതിൻ്റെ പുറകിലും കുറേ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു, അവളെ ചാരിയറ്റിൻ്റെ പുറകിൽ കെട്ടിയിട്ട് വലിച്ചുകൊണ്ട് പോയി കൊല്ലുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷമുള്ള ലോകത്തിൻ്റെ കുറച്ച് കാലം നമ്മൾ ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന മെഡീവൽ പീരീഡ്, ആ കാലഘട്ടത്തിലാണ് മനുഷ്യൻ്റെ പുരോഗതി ഏറ്റവും അധികം ഹിൻഡ്രൻസ് വന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അതിന് ഉണ്ടായിട്ടുള്ള പല കാരണങ്ങളിൽ ഒന്ന്, അതുവരെ നമ്മൾ സ്വരൂപിച്ച് വെച്ചിരുന്ന പല കോൺസെപ്റ്റ്സ് തന്നെ ഇല്ലാണ്ടായി. പിന്നെ വീണ്ടും നമ്മൾ അവിടുന്ന് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളതുകൊണ്ടാണ്. ഹിസ്റ്റോറിക് കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് വന്നത് മിഡീവൽ മെഡിസിൻ എന്ന് പറയുന്ന കാലം, അതായത് 500 CE ടു 1450 CE.